അല്ല, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരെയും വിളിക്കാനോ അതുകൊണ്ട് ഇപ്പൊ പ്രശ്നം. അതുകൊണ്ട് എന്താ ചോദ്യം വിളിച്ചൂടെ? ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്നതിന് അന്വേഷണ ഏജൻസിക്ക് ആരെയും വിളിക്കാം, മുഖ്യമന്ത്രിനെയും വിളിക്കാലോ, ആരെയും വിളിക്കാലോ. അതിൻ്റെ അത് വീണേനെ വിളിക്കുന്നതിന് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? വിളിക്കാനേ പാടില്ല. ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷികളെ ഒന്നുകിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായിരിക്കും, അല്ലെങ്കിൽ എക്യൂസ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാക്ഷികളായിരിക്കും. എല്ലാ പ്രതിഷേധം ഞങ്ങൾ നടത്തുന്നത് വഴിവിട്ട രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന സമയത്ത് മാത്രമാണ്. അല്ലാതെ ഞങ്ങൾ ഇപ്പോൾ SFIOൻ്റെ മുമ്പിൽ വീണ പോയിട്ടില്ലേ? SFIO അന്വേഷിച്ചല്ലോ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചല്ലോ. അന്ന് ഞങ്ങൾ പോയല്ലോ, ഞങ്ങളല്ല വീണ പോയല്ലോ. ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റിൻ്റെ ബോർഡിൽ ഞങ്ങൾ ഇവരെ ആരെയും വിളിച്ചില്ല, അതുകൊണ്ട് അവർ പോകേണ്ട പ്രശ്നം ഉണ്ടായില്ല. അതിൻ്റെ അകത്ത് അനാവശ്യമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയത് മുഖ്യമന്ത്രിൻ്റെ മകളാണ് എന്നുള്ളതാണ്. അത് ആ പരാമർശം നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഭാഗമായി SFIO അന്വേഷിച്ചല്ലോ. ആ SFIയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി SFIOന് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വന്ന ഘട്ടത്തിലാണ് ED രംഗത്ത് വരുന്നതും SFIയുടെ അന്വേഷണത്തിൻ്റെ ഭാഗങ്ങൾ എടുക്കുന്നതും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നത് ഇടതുപക്ഷത്തിനോ CPMനോ അല്ല എന്ന് ഞങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും രൂപത്തിൽ ഞങ്ങൾക്കെതിരായ ഏതെങ്കിലും രൂപത്തിലുള്ള കുറ്റപത്രം വന്നു കഴിഞ്ഞാൽ അത് നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ നേരിടും, ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്. മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതടക്കം രമേശ് ചെന്നിത്തലയെ പെടുത്താൻ എന്നാണോ ആരോപിക്കുന്നത്? ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയിട്ടുണ്ടല്ലോ, ഇല്ലേ? അവിടുന്ന് ഒരു കാറിൻ്റെ അകത്ത് ഒരു വീട്ടിൽ പോയിട്ടുണ്ടല്ലോ, ഇല്ലേ? എന്ത് ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു പോയത്? അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുന്ന കാര്യങ്ങളായിരിക്കും. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ഞങ്ങൾ രേഖയൊന്നും ഇല്ലാതെ ഞങ്ങൾ ആരോപണം ഉന്നയിക്കാൻ തയ്യാറല്ല. പക്ഷെ അതിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതന്വേഷണം ED നടത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പാർട്ടിയോ എതിരല്ല. ഞങ്ങൾ വിളിച്ച സമയത്തൊക്കെ തന്നെ അന്തസ്സായി അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ഹാജരായിട്ടുണ്ട്. ഖനനം നടത്താൻ ഞങ്ങളുടെ ഗവൺമെൻറ്റോ പിണറായിയോ VSO അനുവാദം കൊടുത്തിരുന്നില്ല. അപ്പം അതിൻ്റെ ഭാഗമായി ഒരു ഫേവറിറ്റിസം കാട്ടി അതിൻ്റെ പാരിതോഷികമാണ്, അതിൻ്റെ കൺസിഡറേഷനാണ് 1.72 crores എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അത് എഗ്രിമെൻ്റ് പ്രകാരം, കോൺട്രാക്റ്റ് പ്രകാരം ബിറ്റ്വീൻ 2 parties വിത്ത് കോൺസെൻസസ് ഉണ്ടാക്കിയിട്ടുള്ളൊരു കരാറാണ്. അതിലെന്തെങ്കിലും ബ്രീച്ച് ഉണ്ടെങ്കിൽ അത് അഗ്രീവഡ് ആയിട്ടുള്ള പാർട്ടിയാണ് കോടതിയിൽ പോകേണ്ടത്, പുറത്തുള്ളൊരു പാർട്ടിയല്ല. അതാണ് ഞങ്ങളെ തീരുമാനം, ഞങ്ങളുടെ നിഗമനം. ഓക്കെ. ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദി ഇന്റർവ്യൂ കൊടുത്തിൽ പറയുന്നത് ഈ കോടിയേരിയുടെ മരണശേഷം ഈ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഒരു പിന്തുണ കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിന് അവർ തന്നെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ പിന്നീട് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതും ഇതുമായിട്ട് നിങ്ങൾ കൂട്ടി യോജിപ്പിക്കണ്ട. അതല്ല, ഇപ്പോൾ ഒരു അഭിമുഖം അല്ല, അത് ഇതുമായിട്ട് കൂട്ടി യോജിപ്പിക്കണ്ട. നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഉള്ളിലുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവർ ബിനോയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നില്ല. അത് കോടിയേരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ നേരെ വന്ന കേസല്ല, എൻ്റെ മകനെതിരായിട്ട് വന്നിട്ടുള്ള കേസാണ്. മറ്റേ കേസ് അതല്ല. മറ്റേ കേസിൽ ഇംപ്ലിക്കേറ്റ് ചെയ്തു CMനെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളതിൽ പറയുന്നത്. ശരി. എന്നോട് ചോദിച്ചിട്ട് എന്തായാലും ഏതാ BB അംഗം? അപ്പോൾ അവരോട് ചോദിക്കാരാന്ന്, എന്നിട്ട് അവരോട് ചോദിക്കും. ഞാൻ AK ബാലനോട് ചോദിച്ചാൽ മനസ്സിലാവും.